നല്ല അടിപൊളി പടമാണ്, എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. കാണേണ്ട പടം തന്നെ. നല്ല ഇടിപ്പടം, പൊളിപ്പടം, അടിപൊളി പടം, നല്ല പടം, നല്ല പടം. പടം നല്ല പടമാണ്. അതായത് എങ്ങനെ പറയാ, നല്ലൊരു പടം കണ്ടു, കൊള്ളാം. മറ്റേ ലാലു ലക്സിൻ്റെ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. നല്ല ഫൈറ്റ് എല്ലാം ഉണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും സലിംകുമാറിൻ്റെ മകനും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ പടം. അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ഈ പടത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വരും തലമുറയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇത് ഉറപ്പായിട്ട് ഈ പടം കാണേണ്ടതാണ്, മാതാപിതാക്കളും കാണേണ്ടതാണ്. കാരണം ഈ വരും തലമുറകളെ വഴിതെറ്റിക്കുന്നതിനെ എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ സാറന്മാരും എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പടമാണ് ഇത്. മിസ് ചെയ്യാൻ പാടില്ല. നല്ലൊരു മെസ്സേജ് കൂടെ ഇതിനകത്തുണ്ട്. ഒരുപാട് തമാശകളും നല്ലൊരു രീതിയിലാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് വിജയിപ്പിക്കും. നമ്മളെ സന്തോഷമാണ്. മറ്റു പ്രേക്ഷകർ പറയട്ടെ എന്നുള്ളതാണ്. റോള് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീധേടൻ്റെ അവിടെയാണ്. ഇപ്പോൾ ശ്രീധരൻ ഒരു ബ്രദറിനെ പോലത്തെ ഒരാളാണ്. ശ്രീധരൻ വിളിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ചെയ്തു. ഞാൻ കഥ പോലും ചോദിച്ചില്ല, ഞാൻ നേരെ വന്ന് ചെയ്യായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നുമില്ല, അത്ര വലിയ പരിപാടി ആക്ടറൊന്നുമല്ല. എനിക്ക് എല്ലാം പാട് തന്നെയാണ്. അതെ അതെ, ചോദ്യമില്ല. അതാ വില്ലനോ? വില്ലന്റെ ക്യാരക്ടർ ഞാൻ കൈയടിയൊന്നും കേട്ടൊന്നുമില്ലല്ലോ. ചന്തുവിന്റെ സ്ക്രീൻ പ്രസന്റ് അടിപൊളിയല്ലേ? ഇതൊക്കെ നമ്മുടെ ആൾക്കാരാ. ആയിരിക്കും അധികം. അതെ, പ്രൊഡ്യൂസർമാരാട്ടോ. ഒന്നും പറയാനില്ല, എല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളൊരു പടം. ശരി, ഓക്കെ. ഇടിയൻ ചന്തു കണ്ടിറങ്ങി. വെടിക്കെട്ട്, അതുപോലെ തന്നെ നമ്മുടെ കള്ളന് ഭഗവതിക്ക് ശേഷം നമ്മുടെ വിഷ്ണു, നമ്മുടെ ചങ്കിൻ്റെ നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വേറെ ലെവലാണ്. ഇടിയുടെ പൊടി പൂരാണ് ചെയ്യുന്നത്. അതുപോലെ ഇടി മാത്രമല്ല, നല്ലൊരു സന്ദേശം ഈ സിനിമയ്ക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ലഹരിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശ്രീജിത്ത് എന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ മാർഗം കളിക്കും അതുപോലെ തന്നെ ഉള്ള സിനിമയ്ക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു മൂവിയാണ്. ഗംഭീര പെർഫോമൻസാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ലെന ചേച്ചി ആണെങ്കിലും അതുപോലെ ലാലു ചേട്ടനാണെങ്കിലും ജോണി ആൻ്റണി ചേട്ടനാണെങ്കിലും പിന്നെ ഞങ്ങളെ കുറേ ചങ്കുകൾ, വെടിക്കെട്ടുന്ന സിനിമയിൽ ഞങ്ങളെ കുറേ ചങ്കുകൾ ഈ സിനിമയിൽ ഗംഭീരമായി വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുരേഷ് കുഞ്ഞായി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. കോതമംഗലത്ത് ചിത്രീകരിച്ചൊരു മൂവിയാണ്. അതിലുപരി ഒരുപാട് ചങ്കുകൾ ഈ സിനിമയിൽ അഭിനയിച്ചു. വിഷ്ണു വേറെ ലെവലാണ്. കാരണം ഫാമിലിയായിട്ട് കാണണം. വിനീത് ശ്രീനിവാസൻ്റെ ഒരു നല്ല അതിമനോഹര ഗാനം ഈ സിനിമയ്ക്ക് ഏറെ ഹൈലൈറ്റാണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓരോ രംഗം നമ്മൾ ഫീൽ ചെയ്യും. പിന്നെ അഭിനയിച്ചിരിക്കുന്നല്ലേ, ഇദ്ദേഹം ഒരു ചെറിയൊരു വേഷം ഈ സിനിമയിൽ ചെയ്തൊരു കലാകാരനാണ്. നല്ല പടം, നല്ല ഫാമിലി പടമാണ്. കാണണം, ഉറപ്പായിട്ടും കാണണം, എല്ലാവരും കാണണം കേട്ടോ. നല്ല സ്ക്രിപ്റ്റും എല്ലാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സിനിമയായിരിക്കും. അടിപൊളി. പീറ്റർ ഹൈൻ്റെ സ്റ്റണ്ട് സൂപ്പറാണ്. ഫൈറ്റ് എന്തായാലും ഗംഭീരമാണ്. എന്ന് വെച്ചാൽ വിഷ്ണു നമ്മൾ ഒരുപാട് ഈ ഫൈറ്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു. കാരണം എൻ്റെ വേറെ ചങ്ക് ഒരു ഇദ്ദേഹം ഈ ചങ്കിന്റെ പെർഫോമൻസ് സിനിമയിൽ വേറെ ലെവലാണ്. ഒരുപാട് സിനിമകൾ വിഷ്ണുവിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചതാണ്. രണ്ടു വാക്ക് പറ. അടിപൊളി സിനിമയായിരുന്നു, ഒന്നും പറയാനില്ല. പീറ്റർ ഹൈൻ സാറ് അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ ഒടിഞ്ഞായിരുന്നു ഫൈറ്റില്. വളരെ സന്തോഷം. എന്താ പറയാ, ഇടിയൻ ചന്തു കേരളം ഇടിച്ചും മറച്ചിടും, ഒന്നും പറയാനില്ല. അടിപൊളി. പിന്നെ ഈ ഡയറക്ടറിന്റെ പടത്തിൽ കുറെ പടത്തിൽ ചെയ്തിട്ടുണ്ട്, മുന്നേ സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. എന്തായാലും എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണുക. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു മാസ് സിനിമയാണ് ഇടിയൻ ചന്തു. ഇടിയൻ ചന്തു ഇടിയുടെ പൊടിപൂരാണ്, ഇടിയുടെ പൊടിപൂരം.
നിങ്ങളെല്ലാവരും അറിയണമെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണണം. ഗംഭീര സിനിമ, ഫാമിലിയാണ്, മാതാപിതാക്കളെ കുട്ടികളായിട്ട് വന്ന് കാണാൻ. ലഹരിക്കെതിരെയുള്ളൊരു സിനിമയാണ്. ഇപ്പം ലഹരി എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കൂള് കോളേജിലൊക്കെ ലഹരിക്ക് എതിരെയുള്ള പല കാര്യങ്ങളും നടക്കണമെങ്കിലും വർക്കൗട്ട് ആകുന്നില്ല, വീണ്ടും വീണ്ടും വരെ. ഇത് തുറന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ് ശ്രീ സാറ് ചെയ്തിരിക്കുന്ന മൂവി. എന്നാലും ഗംഭീരം, അടിപൊളി.